അസ്സലാമലൈക്കും എവരി വൺ. ഇന്ന് ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ പറയണത്. അതായത് സ്ട്രോബെറി ക്രീം ചീസ് കേക്കാണ്. സ്ട്രോബെറി യൂസ് ചെയ്യണം എന്നില്ല, നമുക്ക് മാങ്ങയോ അങ്ങനെ ഏത് ഫ്രൂട്ട് കൊണ്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഒരു പാൻ എടുക്കുക, കേക്ക് ട്രേ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഒരു കേക്ക് ട്രേ ഇല്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഒരു കവർ എടുത്തിട്ട് പാനിനെ കവർ ചെയ്യാം. പുഡിംഗ് ട്രേ ഉണ്ടെങ്കിൽ അതും മതി കേട്ടോ. ഇനി ഒരു ബോൾ എടുക്കുക, 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുക്കാം. ഇനി ജലാറ്റിന് 1 ടേബിൾ സ്പൂൺ മറ്റൊരു ആവശ്യത്തിന് വേണം, ഒരു ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ 1.5 ടേബിൾ സ്പൂൺ ആദ്യം എടുക്കുക. തിളപ്പിച്ച വെള്ളം ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ട്രേൻ്റെ ഫസ്റ്റ് ലെയർ ഫോം ചെയ്യാൻ എത്ര ബിസ്ക്കറ്റ് ആവശ്യമുണ്ടോ അത്രയും ബിസ്ക്കറ്റ് നിങ്ങൾ എടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് നമുക്ക് ഉടച്ചെടുക്കാം, പക്ഷെ ഒന്നുകൂടി ബെറ്റർ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതായത് ഇതാണ് നമ്മുടെ ഏറ്റവും ബോട്ടമായിട്ടുള്ള ലെയർ. ഇത് നമ്മൾ ഈ ഒരു പാനിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ എത്ര വേണം എന്നതിനനുസരിച്ച്. ഇപ്പോൾ ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്, അത് ആവശ്യത്തിന് പുറത്ത് വെച്ച് മെൽട്ടായിരുന്നു. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ നന്നായിട്ട് അമർത്തി കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഈ സമയം ഞാൻ സ്ട്രോബെറി കട്ട് ചെയ്ത് കൊടുത്തു. സ്ട്രോബെറി ഒരു 1.5 കപ്പ് സ്ട്രോബെറി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, മെഷർ ചെയ്തിട്ട്. ഈ സ്ട്രോബെറി ഒന്നുകിലും മിക്സിയിൽ എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിത് കുറച്ച് കടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സ്പൂൺ കൊണ്ട് മാഷ് ചെയ്തു. എന്നിട്ട് ഇത് ഞാൻ ഒരു പാൻ ചൂടാക്കി ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ മുറിച്ച് വെച്ച സ്ട്രോബെറി ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ട് ഇളക്കുക. ഇത് ഒന്ന് തിളച്ച് വന്നാൽ, ഷുഗർ അതുപോലെ നന്നായിട്ട് അലിഞ്ഞ് വന്നാൽ, നമ്മൾ മാറ്റി വെച്ച ജലാറ്റിൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ശേഷം പാൻ ഓഫ് ചെയ്യുക. ഇനി 1 ടേബിൾ സ്പൂൺ ജലാറ്റിന് തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്തു. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഫുള്ള്, അതായത് ഒരു 1/2 കപ്പോളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇത് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ എടുത്ത് കുറച്ച് ബീറ്റ് ചെയ്ത് വെക്കുക. ബീറ്റ് ചെയ്ത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വന്ന്, കുറച്ച് ഡബിൾ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 3 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇവയും ഏകദേശം മിക്സായി കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് ഒന്നുകിൽ പൗഡേർഡ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് എത്രത്തോളം നിങ്ങൾക്ക് മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പകുതി ബോട്ടിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ഞാൻ കൂട്ടി കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ജലാറ്റിൻ ഉണ്ടായിരുന്നല്ലോ, 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ അത് ചേർത്ത് കൊടുത്തു. വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് ജലാറ്റിൻ്റെ ആവശ്യമില്ല. വിപ്പിംഗ് ക്രീം ഒന്ന് കുറച്ച് സ്റ്റിഫായി നിൽക്കേണ്ട എമൗണ്ട് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ജലാറ്റിന്. ഇനി ഇതിൽ നമുക്ക് 1/3 പോർഷൻ വേറൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബാക്കിയിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഓപ്ഷണലാണ്. 1/3 ആയിട്ടുള്ള മിൽക്ക് പോർഷനിലോട്ട് നമ്മൾ ആവശ്യത്തിന് സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. അതായത് പ്ലെയിൻ സ്ട്രോബെറി 4th ലെയർ ആയിട്ട് കിടക്കുന്നുണ്ടാവും. സോ നമ്മൾ ആ 4th ലെയറിന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഈ 3rd ലെയറിന് വേണ്ടിയിട്ടുള്ളതിൽ മിക്സ് ചെയ്യാം. റെഫ്രിജറേറ്ററിൽ കുറച്ച് നേരം തന്നെ തണുപ്പിച്ചെടുത്ത ബിസ്ക്കറ്റിൻ്റെ ലെയർ സെറ്റ് ആവും. സോ അതിൻ്റെ മേലോട്ട് നമുക്ക് വൈറ്റ് പോർഷൻ ചേർത്ത് കൊടുക്കാം. ഈ വൈറ്റ് പോർഷൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അതെടുത്തിട്ട് നമുക്ക് സ്ട്രോബെറി അതുപോലെ ക്രീം ചീസ്, വിപ്പിംഗ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. അതും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലെയിൻ സ്ട്രോബെറി മാത്രമായിട്ടുള്ള ലെയർ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 4 ലെയർ ഉണ്ടാക്കിയിട്ടോ. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചുമ്മാ ഒന്ന് തണുപ്പിച്ചാൽ മതി. നമ്മളെ ജലാറ്റിൻ്റെ എമൗണ്ടിനനുസരിച്ചിട്ട് നമ്മുടേത് തണുപ്പിക്കൽ കൂടുകയും കുറയുകയും ചെയ്യും. ഞാനിപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് എടുത്തത്, അന്ന് തന്നെ രാത്രി നമുക്ക് സെറ്റ് ആവുന്നതുള്ളൂ. ഇനി ഞാൻ മെല്ലെ കവറിൽ നിന്ന് വേർതിരിച്ചിട്ട് ഇതെന്ത് ചെയ്യുക, നമുക്ക് അടിപൊളിയായിട്ട് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു കേക്ക് ട്രേ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഫ്ലോപ്പ് ആവുമോ എന്നുള്ളത്. പക്ഷേ ഫ്ലോപ്പായില്ല. ക്രീം ചീസ് കേക്ക് എന്ന പേരാണെങ്കിലും ഇതിൽ പ്രത്യേകിച്ച് ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളാകെ കുക്കിംഗ് എന്ന് ചെയ്യുന്ന കാര്യം സ്ട്രോബെറി ഒന്ന് ചൂടാക്കുന്ന, അതൊരു സിറപ്പ് പോലെ ആക്കുന്ന എന്നുള്ളൂ. വളരെ ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിലും നമുക്കൊരു 4 ലെയർ ഇവിടെ ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഡാർക്ക് കളറായത് ഇവിടുത്തെ ഇലക്ട്രിക് സ്റ്റവ് ഓഫ് ചെയ്താലും കുറച്ച് നേരം അവിടെ വെക്കുമ്പോൾ ഒന്ന് കുക്കാവും. ഒന്നുകൂടെ ഒന്ന് ഇരുന്ന് കുക്കായി പോയതാണ്, അല്ലെങ്കിൽ ഒരു അടിപൊളി കളർ തന്നെ ആയിട്ട് നമുക്ക് കിട്ടുമായിരുന്നു.
ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ യൂഷ്വലി പറയുന്ന പോലെ ഈ ഒരു 4 ലെയറും കൂടി കമ്പൈൻ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യുകയും ചെയ്യാം. താങ്ക്